ദേവാലയങ്ങളെയും വിശുദ്ധ സ്ഥലങ്ങളെയും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വിശുദ്ധ സഞ്ചാരത്തിന്റെ യാത്ര തുടരുകയാണ്. ഇന്ന് വിശുദ്ധ സഞ്ചാരം എത്തിയിരിക്കുന്നത് ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപ്പോലിത്തൻ ദേവാലയത്തിലാണ്. പല കാരണങ്ങൾ കൊണ്ട് ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദേവാലയമാണ് ഈ ദേവാലയം. ഇന്ന് വിശുദ്ധ സഞ്ചാരത്തിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സെന്റ് മേരീസ് മെത്രാപ്പോലിത്തൻ ദേവാലയത്തിലെ അപ്പർ റൂമാണ്. ഒരുപാട് ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന സെന്റ് മേരീസ് മെത്രാപ്പോലിത്തൻ ദേവാലയത്തിന്റെ അപ്പർ റൂമിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. സർ, ഈ ഒരു അപ്പർ റൂമിനെ കുറിച്ചും ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുറി നിർമ്മിക്കാനുള്ള കാരണം, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ദേവാലയം 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ്. 13-ാം നൂറ്റാണ്ടിൽ ഒരു ദേവാലയം നിർമ്മിക്കപ്പെടുമ്പോൾ അത് പാലിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. അന്ന് കാടും ഈ വന്യമൃഗങ്ങളുടെ ശല്യവും അത് ഇന്നത്തെ ഒരു സാഹചര്യവുമായിട്ട് കൂട്ടി വായിക്കാൻ നമുക്ക് പറ്റില്ല. അന്ന് ഒരു വൈദികൻ ഇവിടെ ദേവാലയത്തിൽ എത്തുന്നത് തന്നെ ആഴ്ചയിൽ ഒരു ദിവസം, ഞായറാഴ്ച ദിവസം കുർബാനയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളുണ്ടെങ്കിൽ അതിന് തലേന്ന് വന്ന് അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടിയാണ് ഈ അപ്പർ റൂം നിർമ്മിക്കപ്പെട്ടത്. അന്ന് ഈ ഒരു പൊക്കത്തിൽ ഇത് നിർമ്മിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ വന്യമൃഗങ്ങളുടെ ശല്യങ്ങളെന്ന് കൂടുതലാണ്. ആനയോ കടുവയോ പുലിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനെ ആക്രമിക്കാൻ പാടില്ല. അതുപോലെ ഒറ്റപ്പെട്ട പ്രദേശമാണ്. അന്ന് മറ്റു മനുഷ്യരുടെ പോലും ആക്രമണം അദ്ദേഹത്തിന് ഉണ്ടാകരുത്. അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വം വലിയൊരു വിഷയമായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവാലയത്തിൻ്റെ മുകൾ വശമായിട്ട് ഇന്ന് നമ്മൾ ആ കാണുന്ന താഴത്തെ പടിയില്ല, അന്ന് ഏണിയാണ്, മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഏണിയിൽ കൂടെയോ അല്ലെങ്കിൽ കയറിൽ കൂടെയോ എന്താണെങ്കിലും അങ്ങനെ വേണം ഇതിൻ്റെ മുകളിൽ കയറി വരുവാനായിട്ട്. അങ്ങനെ അദ്ദേഹത്തിന് വന്ന് വിശ്രമിക്കുവാനും തലേന്ന് വന്നാൽ ഇവിടെ കിടക്കുവാനും വേണ്ടിയുള്ള സൗകര്യമായിട്ടാണ് നമ്മളിന്ന് കാണുന്ന ഈ അപ്പർ റൂം ഇവിടെ നിർമ്മിക്കപ്പെട്ടത്. ഇതോട് ചേർന്നാണ് നമ്മൾ ഈ കാണുന്ന ബേസ് എലീസ മാളികമുകൾ എന്ന് പറയുന്നത് ഇതിനോട് ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന. ഇത് നമ്മുടെ നോക്കുകയാണെങ്കിൽ ഈ ദേവാലയത്തിൻ്റെ സങ്കീർത്തിയുടെ നേരെ മുകൾ വശത്തായിട്ടാണ് ബേസ് എലീസ സ്ഥിതി ചെയ്യുന്നത്. അവിടെയായിരുന്നു അന്നത്തെ കാലത്ത് വിശിഷ്യ വസ്തുക്കൾ, നമ്മുടെ വിശുദ്ധമായിട്ടുള്ള വസ്തുക്കളെല്ലാം തന്നെ അവിടെയായിരുന്നു സൂക്ഷിച്ചിരുന്നത്. അതിനും ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഒരു കാരണവശാലും നമ്മുടെ വിശുദ്ധമായ നമ്മുടെ ഓസ്തി ആയിക്കോട്ടെ, നമ്മുടെ കുർബാന ഒരു കാരണവശാലും ഏത് തരത്തിലും അത് കൈമോശം വന്ന് പോകരുത് എന്നുള്ള പൂർവ്വപിതാക്കന്മാരുടെ ഒരു ദീർഘവീക്ഷണം കൂടെ ചേർത്താണ് അവിടെ അത് നിർമ്മിക്കപ്പെട്ടത്. പ്രധാനപ്പെട്ട കാര്യം ഓസ്തി ആയിക്കോട്ടെ, അത് അവിടെ നിന്നും താഴേക്ക് കൊണ്ടുവന്നല്ല സങ്കീർത്തയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അത് അവിടെ തന്നെ ഒരു ചെറിയൊരു വാതിലുണ്ടാക്കി ആ വാതിലിലൂടെ താമര ഇലയിൽ കയറിൽ കെട്ടി നേരെ സങ്കീർത്തയിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലായിരുന്നു അവർ ക്രമീകരിച്ചിരുന്നത്. അത്രമാത്രം നമ്മുടെ വിശുദ്ധ വസ്തുക്കൾക്കൊക്കെ അവർ കൊടുത്ത പ്രാധാന്യം എത്രമാത്രം ആ പാരമ്പര്യത്തിൽ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. സാർ, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അപ്പർ റൂമിലേക്ക് കയറുമ്പോൾ നമുക്കിവിടെ ഒരുപാട് ഐക്കണുകൾ കാണാൻ പറ്റും. അപ്പം ഈ ഐക്കണുകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? നമ്മൾ എൻ്റെ ഇടതുവശത്ത് കാണുന്ന ആദ്യത്തെ ഐക്കൺ എന്ന് പറയുന്നത് അത് 12-ാം നൂറ്റാണ്ടിൽ മാത്തൂത്തരേൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ നിരണം പള്ളിയിൽ പോയപ്പോൾ അവർക്ക് വിശുദ്ധ കുർബാന കാണുവാൻ സാധിക്കാതെ വന്ന ദുഃഖത്തിൽ അവർ നിരാശരായി മടങ്ങി വരുന്ന ഒരു ഭാഗമാണ്. അന്ന് ആ നിരാശയിൽ വന്നപ്പം അതേ നിരണം പള്ളിയുടെ ഒരു സ്ട്രക്ചറിലാണ് ഇവിടെ പണിതെന്നാണ് പറയപ്പെടുന്നത്. എന്താണെങ്കിലും കൊള്ളാം, അന്ന് ആ ദുഃഖത്തിൽ വന്നപ്പോൾ അവർക്ക് രാജാവ് അനുവദിച്ചു കൊടുക്കുകയായിരുന്നു ആദ്യത്തെ ചങ്ങനാശ്ശേരിയിലുള്ള ദേവാലയം. മറ്റൊരു ഐക്കൺ നമുക്ക് കാണാം, അതിനെ ഒന്ന് വിശദീകരിച്ചു തരാമോ? അങ്ങനെ ആ ഈ മാത്തൂത്തരകൻ്റെ ദുഃഖം മനസ്സിലാക്കി രാജാവ് ഒരു സ്ഥലം കൊടുക്കുവാൻ, കാരണം അദ്ദേഹം മാത്തൂത്തരകൻ എന്ന് പറയുന്നത് അത്രമാത്രം രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ദുഃഖം കണ്ടപ്പം ഈ പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പം അതൊരു പൊതുവിഷയമാണ്, അദ്ദേഹത്തിൻ്റെ സ്വന്തം വിഷയമല്ല, ഒരു പൊതുവിഷയമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള ക്രമീകരണം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ആനയെ കൊണ്ടുവന്ന് തടി എടുപ്പിച്ച് ആ ആന എവിടെ തടിയിടുന്നോ ആ സ്ഥലം നിങ്ങൾക്ക് തരാം എന്ന് തന്നതിൻ്റെ ഐക്കണാണ് നമ്മൾ ആ കാണുന്നത്. അതാണ് 13-ാം നൂറ്റാണ്ടിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ദേവാലയം. അത് നമ്മുടെ 12-ാം നൂറ്റാണ്ടിൽ പണിത ദേവാലയമാണ്. നമ്മൾ എൻ്റെ വലതുവശത്ത് ഈ കാണുന്നതാണ് നമ്മൾ കാണുന്ന സെൻറ്റ് മേരീസ് മെത്രാപ്പൊലിത്തൻ ദേവാലയം. ഇത് നമ്മൾ 19-ാം നൂറ്റാണ്ടിലാണ് നമ്മൾ പണി കഴിപ്പിക്കുന്നത്. 1887 ശരിക്കും ഈ പള്ളിയുടെ പൂർത്തീകരണം നടക്കുന്നത്. ആ സമയത്ത് ഇതിൻ്റെ പൂർത്തീകരണ സമയത്ത് ചാൾസ് ലവീഞ്ഞ് പിതാവ് ഇവിടെ ഉണ്ട്. അദ്ദേഹം ആണ് നമ്മുടെ ഈ ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്തൻ ദേവാലയത്തിലെ മണി
അത് ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്ന മണിയാണ്. ഇന്നും ആ ഒരു മണിനാദം ചങ്ങനാശ്ശേരിയെ മുഴുവൻ ഉണർത്തുന്ന മണിനാദമാണ്. അദ്ദേഹമാണ് 1891 ഇത് കത്തീഡ്രൽ ദേവാലയമായി ഉയർത്തുന്നത്. അന്നു മുതൽ ഇത് പിതാക്കന്മാരുടെ പള്ളിയാണ്. വലതുവശത്ത് രണ്ടാമത് കാണുന്ന ഐക്കൺ എന്ന് പറയുന്നത് മാർ ഗബ്രിയേൽ എന്ന് പറയുന്ന ഒരു സുറിയാനി മെത്രാൻ്റെയാണ്. അദ്ദേഹം 1705 മുതൽ 1735 വരെയും നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ 1712 നമ്മുടെ ചങ്ങനാശ്ശേരി പള്ളിയിൽ ഇവിടെ വന്ന് അദ്ദേഹം താമസിക്കുകയും പിന്നെ അതിനുശേഷം എന്തൊക്കെയോ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി അദ്ദേഹം കോട്ടയത്തേക്ക് പോവുകയും ചെയ്തതായിട്ടാണ് രേഖകൾ പറയുന്നത്. അതും ഒരു നമ്മുടെ ഒരു സുറിയാനി പാരമ്പര്യത്തിൻ്റെ തന്നെ ഒരു വലിയൊരു കാര്യമാണ്. അതിനപ്പുറമായിട്ടുള്ളതെന്ന് പറയുന്നത് വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ വിയാനിയുടെ ഐക്കണാണ് വെച്ചിരിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ഇത്രയും നൂറ്റാണ്ടുകൾ മുമ്പ് നമ്മുടെ വൈദികർക്ക് വേണ്ടി നമ്മുടെ പൂർവ്വപിതാക്കന്മാർ സ്ഥാപിച്ച ഈ ഒരു മേട, ഈ മേടയ്ക്ക് തീർച്ചയായിട്ടും വൈദികരുടെ വിശുദ്ധനായ വിശുദ്ധ ജോൺ വിയാനിയുടെ തന്നെ പേര് കൊടുക്കണം എന്നുള്ള ആ നാമധേയത്തിൽ ഇത് അറിയപ്പെടണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഐക്കൺ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. സാർ, അപ്പോൾ ഈ ഒരു അപ്പർ റൂമിന് ഒരു ഭാഗം കൂടി ഉണ്ടെന്ന് പറഞ്ഞു, അത് വിശുദ്ധമായ ഒരു സ്ഥലം. അവിടേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മാതാവിൻ്റെ ഐക്കൺ അവിടെ വെച്ചിരിക്കുന്നത് കാണാം. അങ്ങനെ മാതാവിൻ്റെ ഐക്കൺ വെക്കാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മുടെ ദേവാലയങ്ങളുടെ എല്ലാം ഒരു പ്രത്യേകത, നമ്മളുടെ ദേവാലയത്തിൻ്റെ കിഴക്ക് ഭാഗം ഒരു തുറന്ന ഒരു കിളിവാതിലുണ്ടാകും. ആ കിളിവാതിൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രകാശം, ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വരാനുള്ള ഒരു വഴിയായിട്ടാണ് ആ ഒരു കിളിവാതിൽ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബേസിലീസയുടെയും മുകളിൽ ആ കിഴക്ക് ഭാഗത്തായിട്ട് ഒരു കിളിവാതിലുണ്ട്. ആ കിളിവാതിലിൻ്റെ അവിടെ മാതാവിൻ്റെ ഐക്കൺ തന്നെ സ്ഥാപിച്ചിരിക്കുന്നത് ഇത് സെൻറ്റ് മേരീസ് മെത്രാപ്പൊലീത്തൻ ദേവാലയമാണ്. മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നിൽക്കുന്നതാണ്. അതിലെല്ലാം ഉപരിയായിട്ട് സഭയെന്ന് പറയുന്നത് പരിശുദ്ധ കന്യാമറിയമാണ്. സഭാമക്കളെല്ലാം ആ അമ്മയുടെ മക്കളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഐക്കൺ തന്നെ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ആ ഉദ്ദേശത്തിൽ തന്നെയാണ്. സാർ, അതുപോലെ തന്നെ വളരെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഇടമാണ് ഈ അപ്പർ റൂം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എത്തുന്ന വിശ്വാസികൾക്ക് ഇത് കാണാനുള്ള അവസരമുണ്ടോ? തീർച്ചയായിട്ടും. ഇന്നിതിപ്പം നമ്മളൊരു മ്യൂസിയമായിട്ട് തന്നെയാണ്, കാരണം ഇത് ഇങ്ങനെയുള്ള ചരിത്രപരമായ വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ചങ്ങനാശ്ശേരിയിലെ ഇടവക ജനങ്ങൾക്ക് വളരെയധികം നന്ദിയുള്ളത് ഇവിടുത്തെ വികാരിയച്ഛൻ ഫാദർ ഡോക്ടർ ജോസ് കൊച്ചുറുമ്പിലച്ഛനോടാണ്. കാരണം അദ്ദേഹം ഇത് കണ്ടെത്തുകയും ഇതിൻ്റെ ചരിത്രപരമായ വസ്തുതകൾ വിശദമായി പഠിച്ച് അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ഒരുക്കി ഇത് ഈ നിലയിലാക്കി ഇന്ന് ജനങ്ങൾക്ക് കാണാവുന്ന രീതിയിലാക്കി ഇതൊരു ചരിത്ര രേഖയായി തന്നെ അദ്ദേഹം കൊണ്ടുവന്നു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷകരമായ കാര്യമാണ്. വളരെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദേവാലയമാണ് ചങ്ങനാശ്ശേരി സെൻറ്റ് മേരീസ് മെത്രാപ്പൊലീത്തൻ ദേവാലയം. ഈ ദേവാലയത്തിലെ മറ്റൊരു ചരിത്ര പ്രാധാന്യമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു അപ്പർ റൂം. ഈ റൂം വന്ന് കാണുവാനും വിശ്വാസികൾക്ക് ഇവിടം സന്ദർശിക്കാനും ഒക്കെ വലിയ അവസരമാണ് നൽകിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ, അതായത് ഈ അപ്പർ റൂമിനെ കുറിച്ചുള്ള ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് ബഹുമാനപ്പെട്ട സിബിൻ സാറാണ്. സിബിൻ സാറിന് നന്ദി. വിശുദ്ധ സഞ്ചാരത്തിൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കും. ഇതുപോലുള്ള വിശുദ്ധ സ്ഥലങ്ങളെയും വിശുദ്ധ ദേവാലയങ്ങളെയും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വിശുദ്ധ സഞ്ചാരത്തിലൂടെ വീണ്ടും കാണാം.